ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിവേക് ബാലകൃഷ്ണൻ. ഇന്ന് 27/6/2025. ഇന്ന് മലയാളത്തിൻ്റെ പ്രിയ നടൻ ജയസൂര്യ കണ്ണൂരിലെ കൊട്ടിയൂർക്കാവ് ക്ഷേത്രത്തിൽ രാവിലെ ഒരു 8-8:30 തൊഴാൻ പോവുകയും അവിടെ വെച്ച് ക്ഷേത്രത്തിൻ്റെ ദേവസ്വം ജീവനക്കാരനായ ക്യാമറാമാൻ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ എടുക്കുകയും ചെയ്തു. തുടർന്ന് കുറച്ച് പ്രശ്നങ്ങളും ഒക്കെ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ പറയാം. അതിനായിട്ട് മുമ്പ് ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും പൂർണ്ണമായും ഇതിൻ്റെ അവസാനം വരെ കാണണം. ഇതൊരു വലിച്ചു നീട്ടി വലിയ കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു അധികം സമയം ഇത് നീണ്ടു പോവാതിരിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ട് ഇതിൻ്റെ അവസാനം വരെ കാണണം. ഞാനിതിൻ്റെ അവസാനം ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് ഈ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് പറയാം. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ ഇതിൻ്റെ അവസാനം വരെ കാണാം. അപ്പോൾ പറഞ്ഞു വന്നത്, ജയസൂര്യ എന്ന് പറയുന്ന നടൻ കൊട്ടിയൂർക്കാവ് ക്ഷേത്രത്തിൽ രാവിലെ തൊഴാൻ വേണ്ടി വന്നപ്പോൾ ദേവസ്വം ജീവനക്കാരനായ സജീവ് നായർ ജയസൂര്യയുടെ ഫോട്ടോ എടുക്കുന്നു. ഫോട്ടോ എടുത്തതിനെ തുടർന്ന് ജയസൂര്യയുടെ കൂടെ വന്നിട്ടുള്ള 10-12 പേരിൽ 3-4 പേര് ഈ സജീവ് നായരെ മർദ്ദിക്കുകയും സജീവ് നായരുടെ ക്യാമറയുടെ ലെൻസ് എടുത്ത് തിരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ 100% അത് തെറ്റാണ് എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഈ ദേവസ്വം ബോർഡ് പൊതുവെ കേരളത്തിൽ ക്ഷേത്രങ്ങൾ പ്രവർത്തിക്കുന്നത് പലതും ഇപ്പോഴും ഐത്തനാചാരങ്ങൾ നിലനിൽക്കുന്ന അല്ലെങ്കിൽ ദുഷ്ടചിന്തകൾ നിലനിൽക്കുന്ന പലരും ഇന്ന് ആ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ ഇന്നും ജോലി ചെയ്യുന്നു എന്നുള്ളതൊരു പരമമായ സത്യമാണ്. അതിനൊക്കെ ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ ഗുരുവായൂർ അമ്പലത്തിലൊക്കെ എനിക്ക് നേരിട്ട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ കാണേണ്ടി വന്നിട്ടുണ്ട്, ഒക്കെയുണ്ട്. തീർച്ചയായിട്ടും ഗുരുവായൂർ അമ്പലത്തിലെ ദേവസ്വം ബോർഡിലുള്ള ജീവനക്കാർ ചെയ്യുന്ന തോന്നിവാസങ്ങൾക്കെതിരെ ഒരു വീഡിയോ ചെയ്യണം എന്ന് ഞാൻ അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഗുരുവായൂരപ്പൻ അതിന് അനുഗ്രഹം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ആ ഒരു വീഡിയോ ഇനി വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ചെയ്യും. അപ്പോൾ ഇവിടെ ദേവസ്വം ബോർഡിലെ ജീവനക്കാരനായ സജീവ് ജയസൂര്യയുടെ ഫോട്ടോ എടുത്തു. ജയസൂര്യ ആ സമയത്ത് പറയുന്നുണ്ട്, ഫോട്ടോ എടുക്കുന്ന സമയത്ത് ജയേട്ടൻ പറയുന്നുണ്ട്, നിങ്ങളോട് ഫോട്ടോ എടുക്കരുതെന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്തിനാണ് എടുക്കുന്നത് എന്നുള്ളൊരു ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരാളുടെ സമ്മതമില്ലാതെ മറ്റൊരാൾ ഫോട്ടോ എടുക്കുന്നത് തീർച്ചയായിട്ടും ഒരു ക്രിമിനൽ കുറ്റം തന്നെയല്ലേ. ഇപ്പോൾ കൊട്ടിയൂർക്കാവിലെ സാക്ഷാൽ പരമശിവൻ തന്നെ നേരിട്ട് വന്നിട്ട് ഭക്തരോട് പറയുകയാണ്, അല്ലയോ ഭക്ത, നിന്റെ ഒരു ഫോട്ടോ ഞങ്ങൾ എടുത്തോട്ടെ എന്ന് ചോദിച്ചാൽ ഭക്തൻ ചിലപ്പോൾ പറയും, അയ്യോ ഭഗവാനെ വേണ്ട എന്ന് പറഞ്ഞാൽ ശിവൻ ആ വഴിക്ക് പോവുകയുള്ളൂ. അപ്പോൾ അവിടെ വരുന്ന വ്യക്തികളുടെ ആത്മീയമായ സുഖങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഭക്തി നിർബലമായ ഒരു അന്തരീക്ഷത്തിൽ അവർ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരിടം, അവരുടെ ദുഃഖങ്ങളോ സന്തോഷങ്ങളോ ഒക്കെ ആ ഭഗവാനിൽ അർപ്പിച്ച് അല്പനേരത്തിന് ഒരു ആശ്വാസവും അല്ലെങ്കിൽ ഒരു സന്തോഷവും ഒരു ആനന്ദവും കണ്ടെത്തുന്ന ഒരിടം. അങ്ങനെയുള്ള ഒരിടത്ത് ഒരാള് അയാളുടെ മാനസിക സുഖത്തിന് വേണ്ടി വരുന്ന ഒരു സ്ഥലത്ത് ഇത്ര അധപ്പതനത്തിൻ്റെ രീതിയിലും അഹങ്കാരത്തിൻ്റെ സ്വരത്തിലും ഞാൻ ദേവസ്വം ബോർഡിൻ്റെ ജീവനക്കാരനാണ്, എനിക്ക് നിങ്ങളെ ഫോട്ടോ എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് നിയമിച്ചിട്ടുണ്ട് ഇത്രേ ഇവിടെ വരുന്നവരുടെ ഫോട്ടോ എടുക്കാൻ, അത് തന്നെ ഒരു മോശം കാര്യമല്ലേ? എങ്ങനെയാണ് ദേവസ്വം ബോർഡ് ഒരു വ്യക്തിയുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിയമിക്കുന്നത്? ഒരാളുടെ ഫോട്ടോ എടുക്കണമെങ്കിൽ അയാളുടെ പെർമിഷൻ വേണം എന്നുള്ള കാര്യം ഈ ദേവസ്വം ബോർഡിന് അറിയില്ലേ? അത്രയ്ക്ക് മണ്ടന്മാരാണോ ഈ ദേവസ്വം ബോർഡിൽ ഇരിക്കുന്നത്? എന്നിട്ട് ഇവർ ചെയ്യുന്നത് ഈ സിനിമാ സ്റ്റാറുകളുടെ ഫോട്ടോയും വെച്ച് മാർക്കറ്റിംഗ് അല്ലേ ചെയ്യുന്നത്? അവിടെയും നടക്കുന്നത് എന്താണ്? ജയസൂര്യ കൊട്ടിയൂർക്കാവിൽ വന്നിട്ടുണ്ട്, അപ്പൊ ജയസൂര്യ ഫാൻസ് ഒക്കെ ഇനി കൊട്ടിയൂർക്കാവിലേക്ക് പോകൂ എന്നുള്ള രീതിയിൽ ഒരു ക്യാപ്ഷൻ വെച്ചിട്ട് പോസ്റ്റർ ഇറക്കാനല്ലേ നിങ്ങൾക്ക്? അപ്പോൾ ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങൾ, പോഴത്തരങ്ങൾ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതും ദേവസ്വം ബോർഡും അതുപോലെ തന്നെ ഇതുപോലെ സജീവ് നായന്മാരും നമ്പ്യാർമാരൊക്കെ ചിന്തിക്കുന്നതും നല്ലതാണ്.
ഒരാളുടെ പെർമിഷൻ ഇല്ലാതെ അയാൾ ഫോട്ടോ എടുക്കാൻ പോവുകയും പിന്നെ അവിടുന്ന് അടി കിട്ടി ഞാനിപ്പോൾ ഹോസ്പിറ്റലിലാണ്, എനിക്ക് വയറുവേദനയാണ് എന്ന് പറയുന്നതിലൊക്കെ എത്രമാത്രം നിയമപരമായിട്ടുള്ള ഒരു സാധ്യതകൾ അതിനകത്ത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. അത് തെളിയിക്കേണ്ടതുണ്ട്. എന്തായാലും ജയസൂര്യ എന്ന് പറയുന്ന നടൻ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടനാണ്. അദ്ദേഹത്തിൻ്റെ കത്തനാരും ആട് 3യും ആട് 4ഉം ഒക്കെ വരാനിരിക്കുന്നു. ഒരുപാട് സന്തോഷം. അദ്ദേഹത്തിൻ്റെ ഒരുപാട് നല്ല സിനിമകൾ ഇനി മലയാളികൾക്ക് കാണാൻ കഴിയട്ടെ, ഒപ്പം എനിക്കും കാണാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രയും ഒരു കഴിവുള്ള നടൻ അവിടെ വരുന്നു, അദ്ദേഹത്തിൻ്റെ ഫോട്ടോ എടുക്കുന്നു എന്നൊക്കെ പറയുന്നത് വാർത്തയാവുന്നു, വാർത്ത കൊടുക്കുന്നു എന്നതെല്ലാം ശരി തന്നെയാണ്. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ചാനലുകൾ ചെയ്യുന്നതെല്ലാം ഒരു വാർത്ത തന്നെയാണ്, അല്ലെങ്കിൽ അതൊക്കെയാണോ വാർത്ത എന്നും ചോദിക്കേണ്ടി വരും. ഞാൻ അവസാനം പറയാനുണ്ട് എന്ന് പറഞ്ഞ കാര്യത്തിലേക്കാണ് ഇനി വരുന്നത്. ഇത്തരം വാർത്തകളൊക്കെ കൊടുത്ത് ചാനലിൻ്റെ റീച്ച് കൂട്ടുവാനും വേണ്ടി നിങ്ങൾ ഇപ്പോൾ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എത്രത്തോളം മനുഷ്യത്വപരമാണ് എന്ന് കേരളത്തിലെ ചാനലുകൾ ചിന്തിക്കേണ്ടതുണ്ട്. കാരണം ഒരു വ്യക്തി എന്ത് ചിന്തിക്കുന്നു എന്ന് ഒരു മാധ്യമത്തിന് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു വ്യക്തി എന്തിനെക്കുറിച്ച് ചിന്തിക്കണം എന്ന് മാധ്യമങ്ങൾക്ക് സ്വാധീനിക്കാൻ, അല്ലെങ്കിൽ എന്ത് ചിന്തിക്കണം എന്ന് ചിന്തിപ്പിക്കാൻ മാധ്യമങ്ങൾക്ക് വളരെയധികം കഴിവുണ്ട്. അങ്ങനെ കഴിവുള്ള മാധ്യമങ്ങളൊന്നും തന്നെ ചൂരൽമലയിലെയോ വയനാട്ടിലെയോ കാര്യങ്ങൾ പറയുന്നില്ല. അല്ലെങ്കിൽ ഇതുപോലെയുള്ള നടന്മാർ അവിടെ പോയി ഇവിടെ പോയി ഫോട്ടോ എടുത്തു വാർത്തയാവുന്നു എന്നൊക്കെ പറയേണ്ടി വരുന്നു. എത്ര ദയനീയമാണ് നിങ്ങളുടെ മാധ്യമ പ്രവർത്തനം എന്ന് മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.